അപ്പോൾ ഗീതുവിനെ അങ്ങനെ രഞ്ജു കളിയാക്കണം കേട്ടോ. ഗീതു ഇപ്പോഴും എൺപതുകളിലെ വസന്തമാണെന്നും ഇപ്പോഴും മോഡേൺ ഒന്നല്ല, എന്ന് മാറും ഇതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട് എനിക്ക് ഷാപ്പിലല്ലായിരുന്നു ജോലി, അത് ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ട് കള്ളു കുടിക്കുന്നതൊന്നല്ല മോഡേൺ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രഞ്ജു പറയാണ് ഓക്കെ എന്നാൽ ടീച്ചർ പറ എന്തായിരിക്കും ഈ മോഡേൺ. അപ്പോൾ പെട്ടെന്ന് ഗോവിന്ദ് പറയാണ് നീ വെറുതെ ഗീതുവിനെ വെറുതെ തോണ്ടല്ലേ എന്ന് പറയണം. അപ്പോൾ രഞ്ജു പറയാണ് അതെ ടച്ചിങ്സിൻ്റെ തോണ്ടാനൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഗോവിന്ദേട്ടാ. അപ്പോൾ ഗോവിന്ദ് പറയണോ ഓ ശരിയാണല്ലോ, ഇന്ന് നമുക്ക് ടച്ചിങ്സിന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ രഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. നീ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളാൻ പറയാൻ കേട്ടോ. അങ്ങനെ രഞ്ജു ഫോൺ എടുത്തിട്ട് മറ്റേ ഷാപ്പിലെ കുട്ടേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്യണം. തലക്കറിയും ബീഫ് ഉലർത്തിയതും അങ്ങനെ കുറേ ടച്ചിങ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് രഞ്ജു ഇങ്ങനെ മനസ്സിലിങ്ങനെ പയ്യെ പറയാണ് കേട്ടോ ഗോവിന്ദേട്ടനെ എന്തായാലും ഞെട്ടിക്കണം ഇതെല്ലാം കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് രഞ്ജു അങ്ങോട്ടേക്ക് പോവാണ്. പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലൂടെ നമ്മുടെ ഗീതു വന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ ലോക്കല്ല കേട്ടോ. പെട്ടെന്ന് ഗീതു കുട്ടേട്ടനെ തന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഇപ്പം നേരത്തെ ഓർഡർ ചെയ്തില്ലേ അതൊക്കെ ക്യാൻസൽ ആക്കി കേട്ടോ, ഞങ്ങൾക്ക് ഒരു മരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഗീതു. പെട്ടെന്ന് ഗീതു ഇങ്ങനെ ചിന്തിക്കണം അയ്യോ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഓർഡർ ചെയ്തത് ഞാനാണെന്ന് മനസ്സിലാവും, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ കിച്ചണിൽ ചെന്നിട്ട് രേഖച്ചിയുടെ ചോദിക്കണേ രേഖച്ചി പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയതായിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പാൽപ്പായസം ഉണ്ടെന്നൊക്കെ. ഓ നീ ഒന്നും മിണ്ടാതിരിക്കും ഗോവിന്ദേട്ടനെ ടച്ചിങ്സിന് ഉപയോഗിക്കാനാ. അപ്പോൾ രേഖ ചോദിക്കുകയാണ് നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? രേഖച്ചയല്ലേ പറഞ്ഞത് കണ്ണേട്ടൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ രേഖ പറയണേ ഇരി അതിന് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ കാഞ്ചന പറയാണ് അതെ ഭർത്താവിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാനേ ഏറ്റവും നല്ല മരുന്ന് മദ്യമാണ്. കുടിക്കാനൊരു അവസരം ഉണ്ടായാലല്ലേ ഭർത്താവ് എന്തായാലും ദിവസം വീട്ടിൽ വരും, അങ്ങനെ സ്നേഹം കൂടുന്നൊക്കെ പറയാൻ കേട്ടോ. കാഞ്ചന ഒക്കെ ഇങ്ങനെ വെറുതെ ബളബളാന്ന് പറയാതെ എന്തെങ്കിലും ഉണ്ടോയെന്ന് പറയുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കാഞ്ചന പറയാണ് നല്ല ബീഫ് ഇരിക്കുന്നുണ്ട് അത് മതിയോ? ബീഫ് മതി, കള്ളും ബീഫും നല്ല അടിപൊളി കോമ്പിനേഷനാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേഖ ചോദിക്കുകയാണ് എന്തിനൊക്കെ ചെയ്തു നീ ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് അവരെ കള്ളും ബീഫൊക്കെ വെച്ച് കഴിപ്പിക്കുന്നത്? അതെ ആ രഞ്ജു ഓർഡർ ചെയ്തു കള്ളുഷാപ്പിൽ വിളിച്ചിട്ട് വരുന്നത്, ഞാനത് നൈസായിട്ടേ ക്യാൻസൽ ചെയ്തു. നിനക്കത് എന്തിൻ്റെ കേടായിരുന്നു? അങ്ങനെ ഇപ്പോൾ അവൾ കണ്ണേട്ടൻ്റെ മുമ്പിലേ സ്റ്റാർ ആവണ്ട, ഷാപ്പിലെ കറികൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നല്ല ഒന്നാന്തരം ബീഫ് പരട്ടെ അല്ലെങ്കിൽ ബീഫ് വഴറ്റിയത് ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ണേട്ടൻ്റെ മുമ്പിൽ ഒരു വിലസ് അങ്ങോട്ടേക്ക് വിലസും. അപ്പോൾ കാഞ്ചന പറയണ ഓ അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ, ഗീതുപാപ്പയായിരിക്കും പിന്നെ അവരുടെ മുമ്പിൽ താരം. പക്ഷേ നീ എങ്ങനെ പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കുന്നത് ചോദിക്കാൻ കേട്ടോ രേഖ. അപ്പോൾ കാഞ്ചന ഇങ്ങനെ എങ്ങനെ ബീഫ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഗോവിന്ദേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഗീതുവിൻ്റെ മുഖത്തെടുത്ത് എറിയുമെന്ന് പറയാൻ കേട്ടോ നമ്മുടെ രേഖ. കണ്ണേട്ടന് ഇഷ്ടപ്പെട്ട രീതിയിൽ ബീഫ് പെരട്ട് ഉണ്ടാക്കാനുള്ള മാർഗം എനിക്കറിയാമെന്ന് പറയാണ് നമ്മുടെ ഗീതു. അങ്ങനെ ഗീതു റെസ്റ്റോറൻറ്റിലെ അബ്ദുഖാന് ഫോൺ ചെയ്തിട്ട് നമ്മുടെ ബീഫ് പെരട്ടിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തത് കഴിഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഗീതു പറയാണ് കണ്ണേട്ടൻ നല്ല ആസ്വദിച്ച് കഴിക്കുന്ന ബീഫ് പൊറോട്ട നമ്മുടെ അബ്ദുഖാൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൂടി ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഗീതും രേഖയും കാഞ്ചനയും കൂടിയിട്ട് ബീഫ് പെരട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗീതു ബീഫ് പെരട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാഞ്ചനക്കും രേഖക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. എല്ലാവരും അടിപൊളിയാണെന്നൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് കാഞ്ചന പറയണം അയ്യോ ഈ സ്പീഡിലെങ്ങാനും നമ്മുടെ രാധികാമ്മയുടെ മൂക്കിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാഹാരം ഇരിക്കുന്ന രാധികാമ്മയുടെ വായിൽ കപ്പലോടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേഖയും നമ്മുടെ ഗീതു കൂടി ഇങ്ങനെ ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ കഴിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാഞ്ചന പറഞ്ഞ പോലെ ബീഫ് ഫ്രൈഡ് മണം നമ്മുടെ രാധികാമ്മയുടെ മൂക്കിലേക്ക് കടിച്ച് കയറാണ്. ഇങ്ങനെ മുറിക്കഴിഞ്ഞ് ഇങ്ങനെ വെപ്രാളം കൊണ്ടാണ് കേട്ടോ. മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോന്നും ഉണ്ടാക്കുക. കുറച്ച് ബീഫ് ഫ്രൈ കിട്ടായിരുന്നെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയെങ്കിലും കഴിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫോണൊക്കെ എടുക്കുകയാണ്. പെട്ടെന്ന് വരുണിനെ വിളിച്ചിട്ട് പറയാണ് എടാ എനിക്ക് പെട്ടെന്നൊരു ബീഫ് ഫ്രൈ വേണം, നീ ഇവിടെ പോയതിൻ്റെ ആഘോഷമാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കാനുള്ള പുറപ്പാടാ, എടാ എനിക്ക് സഹിക്കാൻ പറ്റണില്ലടാ, ഞാനാണ് ഈ നിരാഹാരത്തിലെ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിക്കില്ല, നീ ഒന്ന് പാഴ്സൽ ചെയ്താൽ ഇതിനെ പുറകെ കൂടെ വന്ന് വാങ്ങിച്ചോളാം. അമ്മ ഇതേ ചുമ്മാ കളിക്കല്ലേ, നിരാഹാരം എന്ന് പറഞ്ഞ പേരിലേ അമ്മ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അയ്യോ ഒന്നുമില്ലടാ, കുറച്ച് ഉണക്ക ബ്രെഡ് ഉണ്ടായിരുന്നത് അതും തീർന്നു. അപ്പോൾ വരും പറയാണ് ബീഫ് ഫ്രൈ ഒന്നുമില്ല ഇപ്പം എന്തായാലും കിട്ടില്ല, കൊതി സഹിച്ചിട്ട് റൂമിലിരുന്നേ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കാം, അമ്മ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കടിച്ച് പിടിച്ച് നിൽക്ക്. അതെ കൊതിമൂത്ത് നിരാഹാരം മുടക്കി ബീഫ് തിന്നാൻ പോയാലുണ്ടല്ലോ എൻ്റെ തിരിച്ചു വരവ് നടക്കില്ല. അങ്ങനെ സംഭവിച്ച എല്ലാത്തിൻ്റെ പിന്നിലെ അമ്മയാണെന്ന് ഞാൻ ഗോവിന്ദേട്ടനോട് പറയും, അത് കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് തണ്ടാം. അമ്മ ഫോൺ കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ വരുൺ. അങ്ങനെ ഗീതു ബീഫ് ഫ്രൈ ഒക്കെ നല്ല ഗാർണിഷൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രേഖ പറയുന്നുണ്ട് ഇത് അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു മാസം ലുക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് പൊളിക്ക് മുത്തേന്നൊക്കെ പറയാൻ കേട്ടോ. ലോൺ ഏരിയയിലാണെങ്കിൽ നമ്മുടെ ഗോവിന്ദും ഫ്രണ്ട് വരുന്ന ഇങ്ങനെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് ഷാപ്പിലെ കറികൾ വരുമ്പോഴേക്കും ഇപ്പോൾ കള്ള് തീരുമല്ലോ,
ഇതെന്താ ഇത്ര വൈകുന്നേ? 10 മിനിറ്റ് മതിയല്ലോ അവിടെ നിന്ന് കറികൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചു നീ, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. രഞ്ജു, നീയേ ആ ഷിബുവിൻ്റെ അടുത്തുനിന്ന് ഷാപ്പ് വരെ പോയിട്ട് വരാൻ പറയാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പറയാണ്, അവിടെ പോയിട്ട് വാങ്ങിയിട്ട് വരുമ്പോഴേക്ക് ഈ കള്ള് കുടിക്കുന്ന ഫ്ലോ അങ്ങ് പോകും. ടച്ചിങ്സ് ഇല്ലാതെ എങ്ങനെയാണ് കള്ള് കുടിക്കുന്നതെന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ്. അപ്പോൾ പെട്ടെന്ന് ഗീതുവിൻ്റെ ശബ്ദം കേൾക്കണേ, ടച്ചിങ്സ് റെഡി എന്ന് പറഞ്ഞിട്ട് ഗീതു ഉണ്ടാക്കിയ ബീഫ് ഫ്രൈ ആയിട്ട് ഇങ്ങനെ സ്റ്റൈലിൽ നടന്ന് വരുവാണ് കേട്ടോ. ഗോവിന്ദ് അപ്പം ഇങ്ങനെ അന്തം വിട്ട് ഗീതുവിനെ നോക്കുന്നുണ്ട്. രഞ്ജു ആണെങ്കിൽ ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഗോവിന്ദ് ബീഫ് ഫ്രൈ എടുത്തിട്ട് ആസ്വദിച്ച് കഴിക്കുക ഉണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് ഗീതുവിനോട്, ഓ എന്താ ഒരു ടേസ്റ്റ്. അത് ഗീതു പാപ്പ മാമന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേ സ്പെഷ്യലാ, അതാ ഇത്ര ടേസ്റ്റ് എന്നൊക്കെ പറയാൻ കേട്ടോ കാഞ്ചന. അത് ഗീതു എന്തെങ്കിലും മനസ്സർപ്പിച്ച് ചെയ്താലേ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ടേസ്റ്റ് മറക്കാൻ പറ്റില്ല. പിന്നെ ഗോവിന്ദ് പറയാണ്ട് രഞ്ജുവിൻ്റെ അടുത്ത് മിടുക്ക് എടുക്കുന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇത്രയും ടേസ്റ്റ് ആയിട്ടേ അബ്ദുഖാൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ ഈ പോത്തിറച്ചി കഴിച്ചേക്കുന്നത്. പക്ഷേ ഇത് അതിലും മേലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതുവിൻ്റെ പൂക്കെഴുത്താണ് കേട്ടോ. ചോദിക്കണം, നിനക്ക് അല്ലെങ്കിൽ എങ്ങനെ ഇത്ര മാനസാന്തരം വന്നത്? ആ കണ്ണേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാശി അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ എന്നാൽ നമുക്കൊന്ന് ആസ്വദിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് കഴിക്കാൻ പോകട്ടെ കേട്ടോ. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇത്രയും ശുദ്ധമായ കളി ഞാൻ ആദ്യമായിട്ടാ, എനിക്കും കൂടി കുറച്ച് കഴിക്കുന്നു പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, വേണ്ട വേണ്ട അതൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഒരു ഗ്ലാസ് മതിയെന്നേ. അപ്പോൾ ഗോവിന്ദിൻ്റെ മനസ്സിൽ പറയുന്നത്, കള്ളുടിച്ച് വെക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വേണ്ട എന്ന് പറയാമല്ലോ. ഗോവിന്ദിൻ്റെ ഗ്ലാസ്സിൽ കഴിയുന്ന കള്ളെടുത്ത് അങ്ങനെ തന്നെ കുടിക്കുകയാണ് കേട്ടോ രഞ്ജു. നമുക്കിനി ആഘോഷം തുടങ്ങാമെന്ന് പറയാൻ കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇതൊങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കണം കേട്ടോ. അങ്ങനെ എപ്പിസോഡ്